ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റും ജാമ്യവും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റൊരു രാഷ്ട്രീയ വിവാദമായി ചൂടുപിടിക്കുകയാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള CPM പ്രമുഖരെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കിയെന്ന ആരോപണം സർക്കാരിനെതിരെ പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസും BJPയും. അതേസമയം തന്ത്രിയെ തള്ളിപ്പറയുന്ന CPM SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണാത്ത പുകിലാണ് ജാമ്യം കിട്ടിയപ്പോൾ ഉണ്ടാകുന്നത്. A. പത്മകുമാർ ചൂണ്ടിക്കാട്ടിയ ദൈവതുല്യൻ തന്ത്രിയാണെന്നുറപ്പിച്ച് നിശബ്ദത പാലിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ പക്ഷേ കൊല്ലം വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ വന്നപ്പോൾ തന്ത്രിക്ക് വേണ്ടി കളത്തിലിറങ്ങി. ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നുവെന്നും എല്ലാം തന്ത്രിയുടെ അറിവോടെയാണെന്നുമുള്ള SIT കണ്ടെത്തൽ കോടതി തള്ളിയതോടെയാണ് തന്ത്രി വിഷയത്തിൽ രാഷ്ട്രീയ പോര് മുറുകിയത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുവെന്നും പകപോക്കലാണെന്നുമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ കടുപ്പിക്കുന്നു. അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ മുതിരാതെ പ്രത്യേക അന്വേഷണ സംഘം ഒരു തെളിവുമില്ലാതെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്ത സംഭവം തികച്ചും സംശയാസ്പദമാണ്. തന്ത്രിയെ കേസിൽപ്പെടുത്തിയത് നട അടച്ചതിലുള്ള പകപോക്കലെന്നാണ് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ആരോപിക്കുന്നത്. തന്ത്രി അന്നെടുത്ത ഒരു നിലപാട് കൊണ്ടാണ് ഗവൺമെന്റിന്റെ വലിയൊരു ഗൂഢശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിച്ചത്. അതേസമയം SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വാദിക്കുന്ന CPM തന്ത്രിയെ തള്ളിപ്പറയുകയാണ്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ ഗണത്തിൽപ്പെട്ടയാളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂർച്ചയേറിയ പ്രചാരണ വിഷയമായി ശബരിമല മാറുമ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് മറ്റൊരു വൈകാരിക വിഷയമായി ഉയർത്തുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.